നമസ്കാരം. ഇത്രയും പെട്ടെന്ന് ആൻജിയോഗ്രാം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലം ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് റെഫർ ചെയ്ത ഒരു രോഗി എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിയെങ്കിൽ പോലും 6 ദിവസത്തോളം ചികിത്സ കിട്ടാതെ പിന്നീട് അദ്ദേഹത്തിന് മരണപ്പെടേണ്ടി വന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഈ ദയനീയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വോയിസ് സന്ദേശം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കേരളത്തിലെ ആരോഗ്യ മേഖല അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിന് ഇതിനേക്കാൾ വലിയൊരു ഉദാഹരണം വേറെയില്ല. നമുക്കറിയാം, ഓരോ ദിവസവും ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പിഴവുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻവശത്തായിട്ട് നടന്നത്. യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിനിടെ പോലീസ് സംഘം എത്തി. വലിയ പിടിവലിയാണ് ഈ പ്രതിഷേധത്തിനിടെ ഉണ്ടായത്. പുറത്തു പോകും അഴിമതി വീര സൂപ്രണ്ട് അഴിമതി വീര സൂപ്രണ്ട് രാജിവെച്ചോ പുറത്തു പോകും നിങ്ങളറിഞ്ഞോ മാളോരെ നിങ്ങളറിഞ്ഞോ നാട്ടാരെ ചികിത്സയുടെ പേര് പറഞ്ഞു പാവം രോഗികള് കൊന്നു തള്ളിയ സർക്കാര് കൊന്നു തള്ളിയ സൂപ്രണ്ട് രാജിവെച്ച് പുറത്തു പോകും പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അഴിമതിയാണ് മെഡിക്കൽ കോളേജിൽ അഴിമതിയാണ് സൂപ്രണ്ട് മൂരാച്ചേ രാജിവെക്കോ പുറത്തു പോകും പുറത്തു പോകൂ തെന്മാര് ചികിത്സയുടെ പേര് പറഞ്ഞു പാവം രോഗികള് കൊന്നു തള്ളിയ സൂപ്രണ്ട് രാജിവെക്കോ വീണാജോർജ് മൂരാച്ചേ മന്ത്രിയാണ് പുറത്തു പോകും രാജിവെച്ച് പുറത്തു പോകും അഴിമതിയാണ് ആരോഗ്യവകുപ്പിൽ അഴിമതിയാണ് കൗൺസിലറെ സൂപ്രണ്ട് മൂരാച്ചേ ചികിത്സയുടെ പേര് പറഞ്ഞു പാവം രോഗികള് കൊന്നു തള്ളിയ സൂപ്രണ്ട് രാജിവെച്ച് പുറത്തു
യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് 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 യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് ഇന്നീ സമരം സൂചന മാത്രം ഈ സമരം സൂചന മാത്രം സൂചന 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 മാത്രം സൂചന മാത്രം സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും സമരത്തിന്റെ രൂപം മാറും രൂപം മാറും ഭാവം മാറും രൂപം മാറും ഭാവം മാറും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നിങ്ങൾ അറിഞ്ഞോ മാളോരെ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ പാവം പാവം ജനങ്ങളെ പാവം പാവം ജനങ്ങളെ പാവം പാവം രോഗികളെ പാവം പാവം രോഗികളെ കൊന്നു തള്ളിയ സൂപ്രണ്ട് ഒന്ന് തള്ളിയ സൂപ്രണ്ട് രാജിവെക്കോ പുറത്തു പോകൂ രാജിവെക്കും പുറത്തു പോകും പുറത്തു പോകൂ തെന്മാരി സാറേ ഈ കൊന്ന ഒരാളെ കൊലപാതകയാണ് നിങ്ങൾ ഇത്രയും പേര് കവചമായിട്ടിരുന്ന് ഇരിക്കുന്നത്. ഒരു പോലീസുകാരന്റെ എന്തുവാണ് കർത്തവ്യം? നിങ്ങൾ ഈ കൊലകാരനെയോ അല്ലെങ്കിൽ കള്ളന്മാരെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ഒരാളെ ഇന്നലെ ഇവിടെ ഇട്ട് പച്ചയ്ക്ക് കൊന്ന ഒരു മനുഷ്യൻ ജീവന് വേണ്ടി പടന്നിട്ട് 4 ദിവസം ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ 6 ദിവസം പുള്ളി ട്രീറ്റ്മെന്റ് ഇല്ലാതെ കിടന്നപ്പോൾ നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ. ഇന്ന് ഒരു MLA വിളിച്ച് അയാൾ പരാതി പറഞ്ഞിട്ടാണ് അയാൾ മരിച്ചിരിക്കുന്നത്. അയാളുടെ എന്താണ് വോയിസ് റെക്കോർഡ് എല്ലാവരുടെ കയ്യിലും ഇരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ഇത്രയും സംരക്ഷണം ഒരുക്കുക ഇയാൾ ആരാണ്? രാജാവാണോ? അതേ പിണറായി വിജയന്റെ അടുത്ത ആളാണോ? അയാളുടെ മോനൊന്നും അല്ലല്ലോ. ഇത്രയും മര്യാദയോട് കാണിച്ചിട്ട് നമ്മൾ എന്തിനാണ് ഇത്രയും സഹിച്ചു നിൽക്കുന്നത്? നിങ്ങൾ തുറന്നില്ല, നമ്മൾ തള്ളി തുറക്കേണ്ടി വരും. പാവങ്ങൾ എത്രയും ഇത് ബുദ്ധിമുട്ടിക്കുന്നത്. മര്യാദയുടെ ഭാഷയിലാണ് പറയുന്നത്. സാറേ ഇത് അവസാനം തള്ളി തുറന്ന് വലിയ വിഷയങ്ങളിലാവും. അതുകൊണ്ടാണ് പറയുന്നത് അയാളെ ഒന്നുകിൽ സൂപ്രണ്ടിനോട് പുറത്തു വരാൻ പറയാം, അല്ലെങ്കിൽ അയാളുടെ ഓഫീസിൽ പോയി നമുക്ക് കാണാം. അയാളെ കണ്ട അയാളെ കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ തരാതെ നമ്മൾ ഇവിടുന്ന് പോകില്ല. സാറേ ഇത് കാര്യമായിട്ട് പറയുകയാണ്. ഇത്രയും നേരം നമ്മൾ സമാധാനപരമായി സമരം ചെയ്തു. നമ്മുടെ ഏകദേശം 5ഓളം പ്രവർത്തകർ നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. എല്ലാം നമ്മൾ സമ്മതിക്കും. പക്ഷെ നമ്മുടെ ന്യായമായ ഒരു ആവശ്യമാണ്. ഏറ്റവും ന്യായമായ കാര്യം പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ പ്രതിമയെ പോലെ നിന്ന് അയാൾക്ക് വേണ്ടി സംരക്ഷണ കവചം തീർക്കാനാണെങ്കിൽ ഈ പ്രശ്നം ഇവിടെ തീരൂല. അയാൾ ഇനി എന്താണ് ഈ മെഡിക്കൽ കോളേജിന്റെ പടി ചവിട്ടാത്ത അവസ്ഥയാണ്. ഈ 4 പേരെ തടയാനാണ് ഇത്രയും പോലീസുകാർ. ഇത്രയും പേര് 10 പേര് നമ്മൾ 10 പ്രവർത്തകരേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും പേര് കവചം കിട്ടേണ്ട ആവശ്യം എന്താണ്? നമ്മൾ ആരെങ്കിലും നിങ്ങൾ വല്ലതും ചെയ്തു? നിങ്ങൾ ആരെങ്കിലും ദേഹത്തോട്ടോ? ഇവിടെ ഇരിക്കുന്ന രോഗികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകരുത്. ഈ നിൽക്കുന്ന ഓരോ രോഗികളും ഇവിടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അവരെല്ലാം നാളെ കൊന്നു തള്ളാനാണ് ഈ സർക്കാരിന്റെ അവസ്ഥ. സാറേ ഒരു സാധനമില്ല ഇവിടെ. ഹൃദയ ചികിത്സയ്ക്ക് വന്ന സ്ട്രെങ്ത് ഇല്ല, ഒരു സാധനവും ഇല്ല. ഇതില്ലാതെ എങ്ങനെയാണ് ഇവിടെ സർജറി നടക്കുന്നത്? എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറയും, മാർജിൻ ഫ്രീ കൂട്ടൂല സാധനങ്ങളില്ലാതാകുമ്പോൾ. അതുപോലെ ഈ ആരോഗ്യ കേന്ദ്രങ്ങൾ കൂട്ടാൻ പറയും. ഒരു മെഡിക്കൽ കോളേജാണ്. പാവങ്ങൾ കാഷ്വാലിറ്റി വന്നു കഴിഞ്ഞാൽ ഇട്ടേക്കും. അവര് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, എന്നിട്ട് പിന്നീട് വേണമെങ്കിൽ ചികിത്സ നോക്കാം. 6 ദിവസമായില്ലേ? 6 ദിവസം. നിങ്ങൾ ഈ കാണിക്കുന്നത് ശുദ്ധ പോക്കൃത്തമാണ്. കാര്യം പറഞ്ഞല്ല. ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരനൊക്കെ അവിടെ സെക്യൂരിറ്റി ആയിട്ട് ഇവിടുത്തെ സാധാരണക്കാരനായ രോഗികളെ തടയും പോലെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഈ പ്രവൃത്തിയായിട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഡിവൈഎഫ്ഐക്കാരൻ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. സൂപ്രണ്ടിനെ കാണണം എന്നുള്ള ന്യായമായ ആവശ്യം, ഏറ്റവും ന്യായമായ കാര്യമാണ് നമ്മൾ പറയുന്നത്. അയാളെ ഇവിടെ ഉപരോധിക്കാൻ വന്നതോ ഓർമ്മല്ല. നിങ്ങളാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. ഇല്ലെങ്കിൽ സാറേ നമ്മൾ തള്ളി തുറക്കും. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാ നിങ്ങൾക്ക് ഇതിനോ മൗനമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നമ്മുടെ കാര്യം തന്നെ നോക്കാം. നിങ്ങൾ നോക്കിയോ, നിങ്ങൾക്ക് നമ്മളെ അറസ്റ്റ് ചെയ്യോ തല്ലിയോ എന്താണെന്ന് ചെയ്യുന്ന നാട്ടുകാരെല്ലാം കാണുന്നില്ല. എന്റെ വീട്ടിലെ ആവശ്യത്തിന് ഇവിടെ എനിക്ക് നാട്ടിൽ വീട്ടിൽ സാറിന്റെ വീട്ടിൽ നിന്ന് ഒരു രോഗി ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവന്മാരെയൊക്കെ നിലപാടില്ലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെയൊക്കെ വീട്ടുകാരെ ഇതുപോലെ കൊണ്ടുവന്നിട്ട് 6-7 ദിവസം ഇങ്ങനെ ട്രീറ്റ്മെന്റ് ഇട്ടാതെ കിടത്തിയിരിക്കും. വരാനായിട്ട് വേറെ ഹോസ്പിറ്റൽ ഇല്ല. ഇതാണ് ആശ്രയം. സാധാരണ പൈസ ഇല്ല. ആശുപത്രിയാണ്. കളിക്കണം. പ്രതിഷേധം 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 പ്രതിഷേധം. സാറേ നിങ്ങൾ അവരെ അയാളെ പിടിക്കാറുണ്ട് സാറേ. ഇത് മര്യാദ സാറേ നടക്കൂല. പ്രതിഷേധം പ്രതിഷേധം പ്രതിഷേധം. സൈക്കിളിലെ എവിടെയൊക്കെ നിലപാടിലാണ് ഇത് കാണിക്കുന്നവരല്ല. എവിടെയൊക്കെ ഞങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ വന്നതാണ്. എന്റെ കാലിന്റെ പത്രം വെക്കണ്ടേ? നിങ്ങൾക്ക് ഞാൻ എവിടെ വെച്ചത്? ഞാൻ കാലം അനക്കിക്കില്ല. കേട്ടല്ലോ? നിങ്ങളെ
പ്രവൃത്തിയാണ് നിങ്ങൾ പറയുന്നത് കേൾക്കാനല്ലല്ലോ ഞങ്ങൾ വന്നേ. ഞങ്ങൾ മിണ്ടാതെ ഇവിടെ വന്നപ്പോ എന്താ കാണിച്ചേ? ഗേറ്റ് അടച്ചു. സൂപ്രണ്ടിനെ കാണുമെന്ന് മാത്രമേ നമ്മൾ ആവശ്യമുള്ളൂ. കണ്ടിട്ട് മിണ്ടാതെ പോകുമായിരുന്നല്ലോ. അപ്പൊ ഗേറ്റ് അടച്ചു. ഇത് ഇത്രയും പ്രശ്നം ആരാക്കിയേ? പ്രശ്നം ഉണ്ടാക്കിയാരാ? പോലീസുകാരെ ഇത്രയും പ്രശ്നമാക്കിയേ. അപ്പൊ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അനുസരിക്കണം. ഞങ്ങൾ പറഞ്ഞ് ന്യായമായ ആവശ്യം പറഞ്ഞ് നിങ്ങൾക്ക് നടത്തി തരാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും ഒക്കെ സംസാരിക്കണ്ടേ? സൈഡ് വഴി ഇരുന്ന് നൈസായിട്ട് ബൂട്ടിട്ട് ചവിട്ടുന്നു കാലിൽ. അത് പറഞ്ഞപ്പോ കാലം വെച്ചാൽ സ്ഥലമില്ലാത്തോണ്ടാണ്. ഞാൻ ഇതിന് 2 സെറ്റ് മേടിച്ചു തരാം. ഇത്രേ ഉള്ളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായോ? ഒരുത്തനെ കൊന്നു, അപ്പൊ നിങ്ങൾ ഇത്രേ ഉള്ളെന്ന് പറയാൻ വേണ്ടിയിട്ടില്ലായിരുന്നല്ലോ. അവരുടെ വീട്ടിൽ ഇപ്പൊ എല്ലാവർക്കും ബുദ്ധിമുട്ട്. ഒരു ജീവനല്ലേ പോയത്? ഇത്രേ ഉള്ളെന്ന് പറയാൻ എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ തോന്നണേ? പാവപ്പെട്ടവന് വേറെ വരാൻ വഴിയില്ലാത്തോണ്ടാണ്. അവരെ ഗതികേട് കൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ വരേണ്ടി വരുന്നത്, മനസ്സിലായോ? ഈ ഒരു ആവേശമൊന്നും അവരൊന്നും അവിടെ കിടക്കുമ്പോ കാണിക്കില്ലല്ലോ. ആവേശം കാണിക്കാൻ വയ്യ. ഇത്ര ആവേശം കാണുന്നില്ല. അപ്പോഴൊന്നും കണ്ടില്ലല്ലോ ഈ ആവേശം. ജീവനക്കാർ പോലും പറയുന്നു കൊണ്ടുപോകുന്നു. ഒരു ജീവന് വേണ്ടി ഇവിടെ സമരം ചെയ്ത, ജീവൻ പോയിൽ പ്രതിഷേധിച്ച് സമരം ചെയ്ത യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളെ പോലീസ് അകാരണമായി മർദ്ദിച്ച് അതായത് ഒരു മരണത്തിന് വേണ്ടി ഒരു അകാരണമായി മരിച്ച ഒരു ജീവന് വേണ്ടിയാണ് പോരാടിയ. ആ ജീവന് വേണ്ടി പോരാടിയ ആ പാവപ്പെട്ട വനിതകൾ ഉൾപ്പെടെയുള്ളവരെ അകാരണമായി അതായത് ഒരു വനിതയെ ബൂട്ടിട്ട് ചവിട്ടുകൂടെ ചെയ്തിട്ട് അകാരണം വലിച്ചിഴച്ചുകൊണ്ടാണ് പോലീസ് ഇത് നടത്തിയത്. ഈ ക്രൂര നടപടിക്കെതിരെ വരും കാലങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ സമരങ്ങളുണ്ടാവും. ഇതൊരു ജീവൻ, അതായത് ഒരു നന്മയുള്ളവർക്ക് കാണാൻ പറ്റുന്ന അവസ്ഥയല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ജീവൻ, അതായത് ഇത്രയും അഴിമതികളാണ് ഇവിടെ ഒരു ജീവന് പൊലിക്കേണ്ട അവസ്ഥ വന്നത്. കാർഡിയോളജി വിഭാഗത്തിൽ ഒരു ശസ്ത്രക്രിയ ഒരു ദിവസം മുന്നേ നടത്തി ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നിട്ട് കൂടി ആ ജീവൻ രക്ഷിക്കാതെ കഴിയാത്ത ഇവിടുത്തെ ഉത്തരവാദിത്തങ്ങളുള്ള നിരുത്തരവാദിത്തപരമായ പെരുമാറ്റം, അതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് അവിടെ സമരം നടത്തിയത്. ആ സമരം ചെയ്ത പടയാളികളെയാണ് ഇന്ന് വലിച്ചിഴച്ചുകൊണ്ട് ഒരു വിധമില്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ മത്സരിക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ചവിട്ടിയടച്ചാണ് വലിച്ചിഴച്ചുകൊണ്ട് പോയ നടപടികൾ അത്യന്തം ദുഃഖകരവും വേദനാകരവുമായ സംഭവമാണ് നടന്നത്. കേരളത്തിന്റെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് നമ്പർ 1 ആണ് എന്ന് കഴിഞ്ഞ ദിവസം പോലും ഒരു റിപ്പോർട്ട് വന്ന സമയത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. നമുക്ക് പോലും റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും ഒരു അപമാനം തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആരോഗ്യമന്ത്രിയോട് എന്താണ് പറയാനുള്ളത്? കേരളത്തിലെ ആരോഗ്യമേഖല നമ്പർ 1 നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ആരോഗ്യമന്ത്രി നോക്കേണ്ടത് ഒരു ദിവസമെങ്കിലും ഞാൻ ഇവിടുത്തെ ഒരു ഇവിടെ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു വർഷങ്ങളാണ് നടത്തുന്ന വ്യക്തിയാണ്. ഇവിടുത്തെ മെഡിക്കൽ കോളേജ് സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനുഷ്യനാണ്, ഉള്ളിൽ ഒരു തരിമ്പ് നന്മയുണ്ടെങ്കിൽ ഇവിടുത്തെ 1-ാം വാർഡും 2-ാം വാർഡും സന്ദർശിച്ചിട്ട് കേരളത്തിന്റെ ആരോഗ്യ നമ്പർ 1 ആണ് പറയാനുള്ള അന്ന് നിങ്ങൾ സമ്മതിക്കണം. ഇത് കേരളം നമ്പർ 1 ആണോ എന്താണെന്നുള്ളത് ഒരു കാര്യം മനസ്സിലായി. നമ്പർ 1 ആയിരുന്നു കാലഘട്ടങ്ങളുണ്ട്. പക്ഷെ ഇന്നത്തെ അവസ്ഥ കേരളത്തിന്റെ നമ്പർ 1 ആയ കേരളത്തിൽ നിന്ന് ആരോഗ്യം നമ്പർ 1 ആയ കേരളത്തിൽ നിന്ന് പോലും മുഖ്യമന്ത്രിക്ക് വരെ അമേരിക്കയിൽ പോയി ചികിത്സ ചെയ്യേണ്ട അവസ്ഥ വരുത്തിയത് ആരാണ്? ഇവിടുത്തെ ആരോഗ്യമന്ത്രി ഒരാൾ തന്നെയാണ്. പ്രഗത്ഭരായ ആരോഗ്യമന്ത്രിമാർ ഭരിച്ചിരുന്ന ഒരു നാടാണ്. ആ നാട്ടിലാണ് വീണ ജോർജ് എന്ന് പറഞ്ഞ വീണ ജോർജ് വീണ ജോർജ് മന്ത്രിയായിരിക്കാൻ ഒട്ടും യോഗ്യതയല്ല നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ആ കസേരയിൽ വലിഞ്ഞു തൂങ്ങിയിരിക്കാതെ രാജിവെക്കുക, അന്തസ്സായ രാജിവെച്ച് ഇവിടുത്തെ രോഗികളാണ് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം രാജിവെച്ച് പോവുക. കാര്യം ഇവിടെ ഉള്ള ജീവനെങ്കിലും തിരിച്ചു കിട്ടട്ടെ, അതിനു വേണ്ടി മാത്രമാണ്.
നമ്മള് ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ പ്രതികരിക്കുന്നവർക്കെതിരെയാണ് ശരിക്കും ഒരു അറ്റാക്ക് എന്നുള്ള രീതിയിൽ വരുന്നത്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ഹാരിസ് ഇവിടുത്തെ അനാസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതികരിച്ചു. അദ്ദേഹത്തിനെതിരെ സൈബർ ഇടങ്ങളിലടക്കം വലിയൊരു അറ്റാക്കാണ് ഉണ്ടായത്. ഇപ്പോ ഈ മരണപ്പെട്ടിട്ടുള്ള അദ്ദേഹമാണെങ്കിലും അദ്ദേഹം പ്രതികരിച്ചു എന്നത് ശരിക്കും പറയുകയാണെങ്കിൽ സർക്കാരിന് വലിയ ഒരു കല്ലുകടിയായി മാറുന്നുണ്ട്. പ്രതികരിക്കുന്നവരോടാണ് എപ്പോഴും ഈ പ്രതികരിച്ചതെന്ന് പറഞ്ഞാൽ ആ പേഷ്യന്റ് പ്രതികരിച്ചത് അവസാനം വേദന കൊണ്ട് പ്രതികരിച്ച് ആ പേഷ്യന്റിന്, മരിച്ച ആ വ്യക്തിക്ക് ബഹുമാനത്തോടെ അദ്ദേഹം എനിക്കാണെങ്കിൽ നാളെ മറ്റൊരാൾക്ക് ഇങ്ങനെ ഒരു ദുർഗതി വരാൻ പാടില്ല എന്ന് വിചാരിച്ചാണ്. അയാൾക്കറിയാം അയാളുടെ വേദന ഉള്ളിൽ കടിച്ചമർത്തിക്കൊണ്ടാണ് അയാൾ സംസാരിച്ചത്. അയാളുടെ ഉള്ളിൽ വിചാരിച്ചത്, ആ നന്മയുള്ള മനുഷ്യൻ വിചാരിച്ചത്, ഇനി നാളുകളിൽ ഈ അവസ്ഥ വേറെ മറ്റൊരാൾക്ക് വരരുത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അയാൾ പ്രതികരിച്ചത്. കാരണം ഇവിടെ സൈബർ പോരാളികൾ ഇന്ന് ഈ വിഷയം തന്നെ മരണത്തെ വളരെ പുച്ഛത്തോടെ കണ്ടുകൊണ്ട് നാളെ സൈബർ ഇടങ്ങളിൽ വരുന്ന വാർത്തകൾ വേറെ രീതിയിലാണ്. എന്റെ അവസ്ഥയിൽ സൈബർ ഇടങ്ങളിൽ വരുന്നത് ചിലപ്പോൾ നാളെ ഈ മരിച്ച വ്യക്തി, ഇവർ അനാസ്ഥ പോലെ മരിച്ച വ്യക്തി നാളെ ആത്മഹത്യ ചെയ്തു എന്ന് പോലും വരാനുള്ള ഒരവസ്ഥയാണ് CPM-ന്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് വരുന്നത്. അത്തരം ഒരു അവസ്ഥയിലാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അവസ്ഥയാണ് മാറേണ്ടത്. എന്തായാലും സർക്കാർ ആശുപത്രികളെ വിശ്വസിച്ച് എങ്ങനെയാണ് പൊതുജനങ്ങൾ വരിക എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഉയരുന്നത്. നമുക്കറിയാം അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷമാണ് ഈ ഒരു ശബ്ദ സന്ദേശം പുറത്തേക്ക് വന്നതെങ്കിൽ പോലും ആ വന്നിരിക്കുന്ന ശബ്ദ സന്ദേശത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 6 ദിവസത്തോളം ചികിത്സയ്ക്ക് വേണ്ടി, അതായത് അത്യാഹിതമായിട്ട് എത്തിയ ഒരാളാണ്, എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന് കൊല്ലം ആശുപത്രിയിൽ നിന്നും എഴുതി കൊടുത്ത് അവിടെ നിന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന ഒരു രോഗിയാണ് 6 ദിവസത്തോളം ചികിത്സ കിട്ടാതിരിക്കുകയും പിന്നീട് അതിന്റെ ഭാഗമായിട്ട് മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അധികാരികൾക്കും എന്താണ് ഇതിനുള്ള ഒരു ഉത്തരം എന്നുള്ളത് തന്നെയാണ് മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ചോദ്യം. ജില്ലയുടെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പോലും നിലവാരം ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ കൊല്ലം ജില്ലയിൽ എന്ത് രോഗികൾക്ക് ബുദ്ധിമുട്ടാണ് അവർ നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരേണ്ട ഒരു ഗതികേടിലാണ്. നമുക്കറിയാം, നമ്മുടെ ദൂര സ്ഥലത്തു നിന്ന് രോഗികൾ വന്നാൽ ഇവിടെ അനുഭവിക്കേണ്ട പ്രയാസങ്ങൾ, അവർക്കൊരു സഹായത്തിന് ഒരാളുണ്ടാവില്ല, ഇവിടെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവില്ല. കാരണം തിരുവനന്തപുരത്തെ തന്നെ പ്രാദേശികമായ താലൂക്ക്, ജില്ലാ, ജനറൽ ആശുപത്രികൾ OP മാത്രം നോക്കി ഡോക്ടർമാര് രോഗിയുടെ അവിടെ അഡ്മിറ്റ് ചെയ്യാതെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാം. അങ്ങനെ റെഫർ ചെയ്യുമ്പോൾ 50 പേഷ്യന്റിനെ നോക്കേണ്ട കാർഡിയോളജി ഡോക്ടർമാർക്ക് ഒരു ദിവസം തിരുവനന്തപുരം ജില്ല മാത്രമല്ല കൊല്ലം ജില്ലയിൽ നിന്ന് കൂടി 500 പേരെ ഇൻപേഷ്യന്റ് ആയിട്ട് നോക്കണം. ഔട്ട് പേഷ്യന്റ് ഏകദേശം 700-800 പേരുണ്ട്. അപ്പോൾ അവർക്ക് ചികിത്സ നൽകാൻ പറ്റാത്ത അത്ര തരത്തിൽ ബാഹുല്യം ഉണ്ടാകും. ഈ ബാഹുല്യം തടയുന്നതിന് വേണ്ടി ആരോഗ്യ വകുപ്പ് ഒരു പ്രവൃത്തിയും നടത്തുന്നില്ല എന്നുള്ളതാണ് ഈ പാവപ്പെട്ട മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാഹചര്യം ഉണ്ടായത്. ഇത് അവിടുത്തെ ജില്ലാ, താലൂക്ക്, ജനറൽ ആശുപത്രി കൊല്ലത്ത് അടിസ്ഥാന സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ട് ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അവർ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ കൂട്ടത്തോടെ ആൾക്കാർ വരികയാണ്. അപ്പോൾ ഒരു തരത്തിലും ഇവിടെ ബെഡില്ല. ഡോക്ടർമാർ രാവിലെ 7 മണിക്ക് വന്നാൽ അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്, രോഗികൾ ഇത്രയും അധികം രോഗികളെ നോക്കി 10 മണിക്ക് പോലും വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇവിടെ ഒരു ഡോക്ടർമാർക്ക് ഗ്ലൗസ് പോലും സ്വന്തമായി ഇല്ല. അവർ സ്വന്തം കയ്യിൽ നിന്ന് പണം കൊടുത്ത് ഗ്ലൗസ് പുറത്തുനിന്ന് വാങ്ങും. ഒരു പാരസെറ്റമോൾ ഗുളിക എടുത്ത് സർക്കാർ ഇവിടെ രോഗികൾക്ക് നൽകുന്നില്ല. ഇപ്പം കാർഡിയോളജി വിഭാഗത്തിന്റെ പ്രവർത്തനം എല്ലാ മെഡിക്കൽ കോളേജുകളിലും തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 200 കോടിയിലധികം രൂപ ഈ കാർഡിയോളജി വിഭാഗത്തിലെ വിവിധ ആശുപത്രികൾ പർച്ചേസ് ചെയ്തതിന്റെ പണം നൽകാൻ കമ്പനികൾക്കുണ്ട്. അവര് ഉപകരണങ്ങൾ തിരിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഈ പാവപ്പെട്ട മരണപ്പെട്ട അദ്ദേഹത്തിന് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെയുള്ള ചികിത്സകൾ നടത്തേണ്ടതായിരുന്നു. സ്റ്റെന്റുകൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇവിടെ സൗജന്യമായി സ്റ്റെന്റ് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് സ്റ്റെന്റ് ഈ കമ്പനികൾ നൽകാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അത് ഇല്ലാത്തത് കൊണ്ട് ചികിത്സ മുടങ്ങാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ ഗുരുതരമായ കുറ്റങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് മറച്ചുവെക്കാൻ ഏതെങ്കിലും ഒരു ഡോക്ടറിന്റെയോ ഏതെങ്കിലും കുറച്ചൊരു വിഭാഗത്തിന്റെ പേര് കുറ്റം ചാർത്തിക്കൊണ്ട് ആരോഗ്യ വകുപ്പിന് രക്ഷപ്പെടുവാൻ സാധിക്കില്ല. ആരോഗ്യ വകുപ്പ് സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന വകുപ്പായി മാറിയിരിക്കുക. ആ തരത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. അവർ ധാർമ്മിക ഉത്തരവാദിത്വം, ഇത് മരണം സംഭവിക്കുന്ന 1, 2, 3 അല്ല, നിരവധി പേരാണ് ഈ ആരോഗ്യമന്ത്രിയുടെ കഴിവുകേടിന്റെ ഫലമായി ജീവൻ നഷ്ടപ്പെട്ടത്. ഈ ആരോഗ്യമന്ത്രി ഈ കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം നൽകുന്നതോടൊപ്പം ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട്
ആരോഗ്യ വകുപ്പ് മന്ത്രി രാജിവെച്ചൊഴിഞ്ഞാൽ പകുതിയോളം ജീവനുകൾ ഇനിയും രക്ഷപ്പെടും. ഈ ആരോഗ്യമന്ത്രിയുടെ കഴിവുകേടാണ് നിരവധി ജീവനുകൾ നഷ്ടപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് മന്ത്രി രാജിവെച്ച് ഒരു നിമിഷം പോലും ഈ സ്ഥാനത്ത് തുടരാതെ രാജിവെച്ച് പുറത്തു പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് വിശദീകരണം നൽകിയിരിക്കുന്നത്. അതെ, അപ്പോ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ആ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയുണ്ട്. കാരണം 50 രോഗികളെ നോക്കേണ്ട ഇൻപേഷ്യന്റിനെ നോക്കേണ്ട ഡോക്ടർമാർക്ക് 500 പേരെ നോക്കേണ്ട സാഹചര്യം ഉണ്ടായിക്കൊടുത്തത് ആ ഡോക്ടറല്ല. ആ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആശുപത്രിക്ക് താങ്ങാനാവുന്നതിന്റെ 100 ഇരട്ടി ആൾക്കാർ വരുമ്പോൾ ഒരു ഡോക്ടർ ഒരു രോഗിയുടെ മുമ്പിൽ 1 മിനിറ്റ് പോലും ചിലവഴിക്കാൻ സാധിക്കാത്ത സാഹചര്യം. എല്ലാ രോഗികളെയും നോക്കണ്ടേ? അപ്പൊ ആ ഒരു ഗുരുതരമായ സാഹചര്യം ഇവിടെയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രാഥമിക കേന്ദ്രങ്ങൾ, ഈ താലൂക്ക് ജില്ലാ ആശുപത്രികളുടെ അസൗകര്യങ്ങൾ മാറ്റി അവിടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കണം. അത് ഉണ്ടാക്കാത്ത ഈ ഗവൺമെന്റാണ് ഉത്തരവാദി. അല്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറാണ് അദ്ദേഹം ചികിത്സിക്കാത്ത കൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ അത് അംഗീകരിക്കുന്നില്ല. അദ്ദേഹത്തിന് ഒരു ദിവസം 100 പേരെ നോക്കാം രാവിലെ മുതൽ. പക്ഷേ 200 പേരായാൽ അദ്ദേഹം എങ്ങനെ, ഏത് ഡോക്ടറായാൽ എങ്ങനെ നോക്കും? ആ രോഗിക്ക് എന്താണ് ആവശ്യമെന്ന് കണ്ടെത്തി ചികിത്സിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ആ വീഴ്ച മെഡിക്കൽ കോളേജിലുണ്ട്. പക്ഷെ ആ വീഴ്ച പരിഹരിക്കേണ്ടിയിരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലല്ല, കൊല്ലത്തെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അവിടെ രോഗികളില്ല, ബെഡുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്, അവിടെ ഉപകരണങ്ങൾ വെറുതെ ഇരിക്കുകയാണ്. അവിടുത്തെ കൊല്ലം ജില്ലാ ആശുപത്രിയിലും ബെഡ് വെറുതെ ഒഴിഞ്ഞു കിടക്കുന്നു, ഉപകരണങ്ങൾ വെറുതെ, ഡോക്ടർമാർ വെറുതെ ഇരിക്കുന്നു. അവർക്ക് ചികിത്സിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത സാഹചര്യം ഉണ്ടാക്കിയത് ആരോഗ്യ വകുപ്പാണ്, ആരോഗ്യമന്ത്രിയാണ്. അതിന്റെ ഉത്തരവാദിത്വം ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഏറ്റെടുക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ തുറന്നു പറയുന്നത്, നേരത്തെ തന്നെ പറഞ്ഞത്, 100 പേരെ ഒരു ഡോക്ടർ ഇൻപേഷ്യന്റ് നോക്കാൻ പറ്റും. അവിടെ 500 പേര് നടന്നാൽ നായ എന്നുള്ള ഉപമ ഞാൻ പറയുന്നില്ല, അതൊരു വളരെ താഴ്ന്ന ഒരു ഉപമ. അതല്ല, ഒരു മനുഷ്യനെ ഒരു പക്ഷെ കാണാൻ തന്നെ കഴിയില്ല. ഈ ഡോക്ടർ മനുഷ്യനല്ലേ? അവരും എത്ര പേരെ ഒരാളാണ്. നമുക്ക് തന്നെ എത്ര നേരം, ഒരു മണിക്കൂറും സംസാരിക്കും, 2 മണിക്കൂർ, 24 മണിക്കൂർ എനിക്ക് സംസാരിച്ചു. ഞാൻ കുറെ സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് ശബ്ദത്തിന് പ്രശ്നമുണ്ട്. അപ്പോൾ ഡോക്ടറെ ഞാൻ കുറ്റപ്പെടുന്ന കാര്യം, ഒരു ദിവസം അവര് 1000 പേരെ നോക്കുന്ന ഡോക്ടർമാരെ എനിക്കറിയാം. ഒ പിയിൽ ഒരു ദിവസം സാധാരണ 200 പേരൊക്കെ വരേണ്ടടുത്ത് 1000 പേര് എല്ലാം റെഫർ ചെയ്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇവിടെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കൊല്ലം മെഡിക്കൽ കോളേജ് എന്തിനാണ് അവിടെ പ്രവർത്തിക്കുന്നത്? കോടിക്കണക്കിന് രൂപ അവിടെ ചെലവഴിച്ചു എന്ന് പറയുന്നു. എങ്കിൽ അവിടെ എന്താണ് അടിസ്ഥാന സൗകര്യം ഇല്ലാത്തത്? അപ്പോൾ ഈ സൗകര്യങ്ങൾ 14 മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന് ഊറ്റം കൊള്ളുന്ന ആരോഗ്യമന്ത്രി ഈ 14 മെഡിക്കൽ കോളേജിൽ എന്ത് ചെയ്യുന്നു? ആകെ കൂടി ഞാൻ മനസ്സിലാക്കുന്നത്, ആരോഗ്യമന്ത്രി ആകെ കൂടി ചെയ്യുന്നത് കോന്നി മെഡിക്കൽ കോളേജ്, അവരുടെ ജില്ല, ആ ജില്ലയിലെ മെഡിക്കൽ കോളേജിലേക്ക് വേണ്ടി ഇവിടെ നിന്ന് മുഴുവൻ ഡോക്ടർമാരെയും ഡെപ്യൂട്ടേഷനിലോ താൽക്കാലിക അടിസ്ഥാനത്തിലോ പിന്നെ മറ്റ് സംവിധാനങ്ങളിലും അങ്ങോട്ട് മാറ്റുന്നു. മറ്റ് ജീവനക്കാരെ മറ്റും നേഴ്സുമാരെ മറ്റും എല്ലാം ആ മെഡിക്കൽ കോളേജിന് വേണ്ടി മാത്രമുള്ള ആരോഗ്യമന്ത്രിയുമായി അതപ്പച്ചിരിക്കുകയാണ്. കോന്നി മെഡിക്കൽ കോളേജിന്റെ മന്ത്രി എന്ന് സ്വയം പറയേണ്ട അവസ്ഥയിലാണ്. മറ്റു മെഡിക്കൽ കോളേജുകൾ നാഥനില്ലാത്ത അവസ്ഥയിലാണ്.